മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആകുമ്പം നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന റിസോഴ്സ് അസസ്മെൻറ്റ് നമ്മൾ നടത്തണം. പല ആളുകളും മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അവരിങ്ങനെ തലയിൽ കൈ വെച്ചിരിക്കും. അതിന് ഒരുപാട് പൈസ വേണ്ടേ. നമ്മൾ ഈ ബജറ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ഫണ്ടും കൂടെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ സാലറി കൊടുക്കാനൊക്കെ മാറ്റി വെക്കുന്നില്ലേ? ഈ സാലറിയൊക്കെ കൊടുക്കുന്ന ആൾക്കൊക്കെ ജോലി വരണമെങ്കിൽ സെയിൽസ് ഇറക്കണ്ടേ? സെയിൽസ് ഇറക്കണമെങ്കിൽ മാർക്കറ്റിംഗ് നടക്കണമല്ലോ. അപ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ നിലവിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഒരുപാട് ഫണ്ടുകളോ ഒരുപാട് കാര്യങ്ങളോ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് വേണ്ട ആവശ്യമില്ല. നമ്മുടെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ ഈ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 2-3 വീഡിയോസ് ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫണ്ട് ഇറക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ അവൈലബിലിറ്റിയാണ് നമുക്ക് വേണ്ടത് നോക്കുക നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ എല്ലാ ഓഫീസുകളിലും ഇൻ ഹൗസിലെ ആളുകളുണ്ടാവും. ആ ആളുകൾ ഒരു പരിധി വരെ ആർക്കെങ്കിലുമൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ, ആ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനോ, നിങ്ങൾ ഓഫീസിൽ നടക്കുന്ന പ്രോഗ്രാംസൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനോ, വരുന്നൊരു കസ്റ്റമർ ടെസ്റ്റിമോണി എടുക്കാനൊക്കെ നിങ്ങൾ അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ മതി. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ബജറ്റിംഗ് ഉണ്ടാക്കുമ്പം ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നല്ല മാർക്കറ്റിങ്ങിന് ഫണ്ട് സ്പെൻഡ് ചെയ്യാതെ സെല് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ഫസ്റ്റ് ഇത് നോക്കേണ്ട ടൈം അവൈലബിലിറ്റിയാണ്. എത്ര മണിക്കൂർ നമ്മുടെ നിലവിലുള്ള ടീമിന് നിലവിലുള്ള വർക്കിനെ ബാധിക്കാതെ എത്ര സമയം മാറ്റിവെക്കാൻ പറ്റും. അപ്പോൾ ഒരു ടീമിൻ്റെ റീൽ ഇറക്കണം, ഇവരെ ബാധിക്കാതെ എത്ര സമയം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. രണ്ടാമത്തെ സാധനം ഹ്യൂമൻ എഫേർട്ട്. ആരാണ് ഹൂ വിൽ എക്സിക്യൂട്ട് ദ മാർക്കറ്റ്. ഇപ്പം ആരാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, ആരാണ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, എത്ര ആളുകളാണ് നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉള്ളത്, ആർക്കാണ് അതിനുള്ള സംഭവങ്ങൾ ഉള്ളതെന്നൊക്കെ നമ്മൾ നോക്കണം. മൂന്നാമത്തെ ഒരു കാര്യം ടീം ക്യാപ്പബിലിറ്റീസ്. ഈ നമ്മൾ നിലവിലുള്ള ടീമിൽ തന്നെ നമ്മളുടെ നിലവിലുള്ള ഇന്നോസിലെ ടീമിൽ തന്നെ കോണ്ടൻറ്റ് റൈറ്റേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കോപ്പി റൈറ്റേഴ്സ് ഉണ്ടോ, ഡാറ്റ അനലിറ്റിക്സ് ഉണ്ടോ, അതൊക്കെ നോക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് സ്കില്ലും കൂടെ ആഡ് ചെയ്ത് ചോദിക്കുക. നമ്മളിപ്പോൾ സെയിൽസിലേക്കായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആണെങ്കിൽ നമ്മൾ ചോദിക്കുക, സെയിൽസിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് ചോദിക്കുക, നിങ്ങൾക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയോ, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയോ, നിങ്ങൾക്ക് ഡിസൈനിങ് അറിയോ, ഇങ്ങനെ നിങ്ങൾക്ക് മ്യൂസിക് അറിയോ, ഇങ്ങനെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ അറിയോ, നമ്മൾ ആദ്യം ചെയ്തു വെക്കുക. എന്നിട്ട് ഈ അറിയും എന്നുള്ളത് നമ്മൾ അവരുടെ ആ ഒരു CV വാങ്ങിച്ചതിന് ശേഷം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നീട് ഇങ്ങനത്തെ ആവശ്യം ഉണ്ടാകുമ്പോൾ അവർ ഉപയോഗിക്കുക. അവർക്ക് അതിന് ചെറിയ എന്തെങ്കിലും റെമ്യൂണറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അധികം ഫിനാൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് 4ാമത്തെ കാര്യം ഫിനാൻഷ്യൽ ബജറ്റാണ്. എന്താണ് നമുക്കൊരു മന്ത്ലി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബജറ്റിങ് ചിലവഴിക്കാൻ സാധിക്കുക. ഞാൻ കണ്ടിട്ടുള്ള സംഭവങ്ങൾ പല കമ്പനികളും മാർക്കറ്റിങ്ങിന് വേണ്ടി ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഞാനൊക്കെ വർഷങ്ങളായിട്ട് എനിക്ക് വീഡിയോ പ്രൊഡക്ഷൻസ് ടീമും ഡിസൈനേഴ്സൊക്കെ ഉണ്ട്. എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ ഈ പ്രൊഡക്ഷൻ ടീമിനെ ഈ ഫിനാൻഷ്യൽ ബജറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം എത്ര നമ്മളൊരു ഡിസൈനർക്ക് എത്ര കൊടുക്കേണ്ടി വരും, ഒരു വീഡിയോ എഡിറ്റർക്ക് എത്ര കൊടുക്കേണ്ടി വരും, അതിലേക്ക് എത്ര ഇൻറ്റേൺസിന് ഉപയോഗപ്പെടുത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് വേണം ഒരു ഫിനാൻഷ്യൽ ബജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇപ്പം ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിന് ഒരു മെമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഡിസൈനർ ചിലപ്പോൾ നമുക്ക് ഇന്നോസ് ഡിസൈനർ വേണ്ടില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഡിസൈനിങ്ങിനൊന്നും ആളുകൾ വേണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതിയാവും, ഏതെങ്കിലുമൊക്കെ ഒരു AI ടൂളുകൾ, ChatGPT ജെമിനിയൊക്കെ പോലെ ടൂളുകളോ ഒക്കെ മതി. അല്ലെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ട ഡിസൈനിങ് മാത്രം എന്ത് ചെയ്യുക, ഒരു ചെറിയ പൈസ കൊടുത്ത് ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്ത് വാങ്ങാം. അതേപോലെ മന്ത്ലി ബജറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി 10,000 rupees വെക്കാൻ സാധിക്കും. അതേപോലെ എത്ര സമയമാണ്, ലിമിറ്റഡ് ടൈമാണ് കോണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. ഫൗണ്ടേഴ്സ് വീക്കിലി ഒരു 5 hour അവൈലബിൾ ആവും. ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു റിസോഴ്സിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ചില കേസുകളിൽ എന്താ വെച്ചാൽ നമ്മൾ മാർക്കറ്റിംഗ് വരുമ്പോൾ ഒരു ടീം വരും, നമുക്ക് ഇത്ര 2 ലക്ഷം രൂപേൻ്റെ ക്യാമറ വേണം, ഇങ്ങനത്തെ സംഭവങ്ങൾ വേണം, ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് വേണം. അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ മേക്ക് ചെയ്യരുത്. നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് മാക്സിമം നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമോ ആ മാർക്കറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ROI റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. അതിനുശേഷം നിങ്ങൾ ആ ടീമിനെ ഡെവലപ്പ് ചെയ്ത് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫണ്ട് എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് നോക്കുകയും ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് അടിപൊളിയാക്കാൻ സാധിക്കും. എൻ്റെ ബിസിനസ്സിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേപോലുള്ള കുറേ ഇൻഫോർമേഷൻസ് ഞങ്ങളുടെ ചാനൽ വഴി, യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനും വേണ്ടി ശ്രമിക്കാം. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, എല്ലാ വെനസ്ഡേയും ഞങ്ങൾക്കൊരു ഫ്രീ കമ്മ്യൂണിറ്റി രാവിലെ 6 മണിക്ക് എണീക്കാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ തയ്യാറാണെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തേക്കാം. താങ്ക് യു.